ഞങ്ങളുടെ ജനറൽ സെക്രട്ടറിയാണ് സിദ്ദിഖ. ഞങ്ങൾ ബഹുമാനിക്കുന്ന ഒരുപാട് പേര് ബഹുമാനിക്കുന്ന ഒരാളാണ് രഞ്ജിത്ത് സാറ്. രണ്ടുപേരും രാജിവെച്ചു. അത് അവരുടെ മാന്യതയാണ്. ആരോപണം നേരിടുന്ന ആൾക്കാർ രാജിവെക്കുക എന്നുള്ളതൊരു മാന്യതയാണ്. ആ മാന്യത രണ്ടുപേരും കാണിച്ചു. പിന്നെ ഇതൊരു ആരോപണം മാത്രമാണ്, തെളിയിക്കപ്പെടണം. തെളിയിക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം. ഒരാളെ പറ്റി പരാതി പറഞ്ഞു 14 വർഷം മുമ്പും 12 വർഷം മുമ്പും അങ്ങനെയൊന്നും പറഞ്ഞിട്ട് വരില്ല. അപ്പം പറയുന്ന കാര്യങ്ങൾ തെളിയിക്കപ്പെടണം. അതാണ് ഞാൻ ഇര എന്ന് പറയുന്നത് തന്നെ ശരിയല്ല. ഞാൻ അവർക്കൊപ്പമാണ്. അത് ഞാൻ എന്താ പറയുക, കോമഡിയായിട്ട് പറഞ്ഞാൽ എൻ്റെ മുറിയിലൊന്ന് ആരെങ്കിലും മുട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 2 എണ്ണം അടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും മുട്ടിയിട്ടുണ്ടെങ്കിൽ. എൻ്റെ മുറിയിൽ അങ്ങനെ ഒന്നും ആരും മുട്ടിയിട്ടുണ്ടെങ്കിൽ ധർമ്മ എന്തെങ്കിലും ഉണ്ടോടാ എന്ന് ചോദിച്ചിട്ട് വിട്ടിട്ടുണ്ടാവുള്ളൂ. അതേ ഉള്ളൂ. പിന്നെ എനിക്ക് അമ്മയിലുള്ള ആൾക്കാരോട്, അമ്മ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സംഘടനയാണ്. അതിൽ അമ്മയിലെ ആൾക്കാർ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആളാണ് സിദ്ദിഖ. അല്ലെങ്കിൽ അമ്മയിൽ എന്തോരം പെണ്ണുങ്ങളുണ്ട് അല്ലേ? അമ്മയിൽ എത്ര സ്ത്രീകളുണ്ട്? അവരൊക്കെ കൂടി വോട്ട് ചെയ്തിട്ടല്ലേ പുള്ളിനെ ജയിപ്പിച്ചത്. പുള്ളിക്കെതിരെ ഓപ്പോസിറ്റ് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അപ്പം അത് കണക്കാക്കണം. പിന്നെ ആരെങ്കിലും തീരുമാനിച്ചാൽ അത് നടക്കും. ഇപ്പോൾ ഈ സംഘടനയ്ക്കകത്ത് ജഗദീഷ് ചേട്ടൻ വേറൊരു അഭിപ്രായം പറയുന്നു, സിദ്ദിഖ വേറെ അഭിപ്രായം പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും ഭിന്നതയുണ്ടോ? ഭിന്നത അമ്മയ്ക്കിടയിൽ ഒന്നുമില്ല. ജഗദീഷ് ചേട്ടൻ ഇപ്പോൾ വൈസ് പ്രസിഡൻ്റാണ്. ചേർത്തല ജയഞ്ചേട്ടൻ വൈസ് പ്രസിഡൻ്റാണ്. അവരൊക്കെ ഒരഭിപ്രായം പറയുന്നു. അൻസിബ ഒരഭിപ്രായം പറയുന്നു. ഇങ്ങനെ അഭിപ്രായങ്ങൾ സ്വാതന്ത്ര്യത്തോടെ പറയാൻ അവരവർക്ക് അവകാശമുണ്ട്. വ്യക്തിപരമായിട്ട് അവരുടെ നിലപാടുകൾ പറയാനായിട്ട് അവകാശമുണ്ട്. പക്ഷേ അവർക്കെല്ലാം അറിയാം, മമ്മൂട്ടി തുടങ്ങിയ താഴേക്ക് വന്നാൽ എല്ലാവരും സിനിമാ താരങ്ങളാണ്. ഞങ്ങൾ 500 ചില്ലാൻ പേരേ ഉള്ളൂ ഈ സിനിമാ സംഘടന എന്ന് പറയുന്നത്. ഞങ്ങളെ മാത്രം തന്നെ ആക്രമിക്കുന്നത്. എല്ലാ തൊഴിലിടങ്ങളിലും ഇതുണ്ട്. ഞങ്ങൾ മാത്രമേ തന്നെ ആക്രമിക്കുന്നത്. ഞങ്ങൾ അമ്മയിലെ അകലങ്ങൾ മാത്രമായത് ഞങ്ങൾ സെലിബ്രിറ്റികളായതുകൊണ്ടാണോ? അങ്ങനെ ഒരിക്കലും ഞങ്ങൾ ആക്രമിക്കരുത്. അമ്മയിൽ മെമ്പർഷിപ്പുള്ള ഞങ്ങൾക്ക് കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, പ്രായപൂർത്തിയായ മക്കളുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട് എന്നൊക്കെ പറഞ്ഞ പോലെ കുറേ സംഭവങ്ങളുണ്ട്. ഒരിക്കലും അങ്ങനെ പറയരുത്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കൂട്ടുകാരെയും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചേട്ടന്മാരെയും ഇങ്ങനെ പറയുമ്പോൾ കുറേ പേര് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ പറയരുത് ഒരിക്കലും. അത് തെളിയിക്കപ്പെടണം. തെളിയിക്കപ്പെട്ടാൽ നമ്മൾ അവരുടെ കൂടെ ഉണ്ടാവും. കേസ് കൊടുക്കണം, പോലീസ് അന്വേഷിക്കണം. അത് നിജമാണെന്ന് കണ്ടാൽ അവർ ശിക്ഷിക്കപ്പെടണം. അതാണ് എൻ്റെ ഒരു